ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വീശിയടിച്ച പൊറോട്ടൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റും അതേപോലെ ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടേൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. 1 കിലോ അളവിലാണ് നമ്മൾ പൊറോട്ട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 12 പൊറോട്ടകളും നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും, അതായത് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മുട്ട കഴുകി വൃത്തിയാക്കി വെച്ച മുട്ട ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. പൊറോട്ടയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസായിട്ട് പോകരുത്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം പൊറോട്ടേൻ്റെ ഒരു സോഫ്റ്റ്നെസ് കൂടുകയുള്ളൂ. മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓൾറെഡി നമുക്കിതിലേക്ക് മുട്ടയുടെയും അതേപോലെ പാലിൻ്റെയും ഒരു നനവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മൃദുവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് റെഡിയായെന്നാണ് അർത്ഥം. നന്നായി കുഴച്ചെടുത്ത ഈ ഒരു മാവിൻ്റെ മേലെ നമ്മൾ നനഞ്ഞ ടവൽ വിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതെടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഷേപ്പാക്കിയിട്ടാണ് ബോളാക്കി എടുക്കുന്നത്. നമ്മുടെ പൊറോട്ട നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലേക്ക് വരണമെങ്കിൽ അത്യാവശ്യം നെയ്യും ഡാൽഡയും ഓയിലൊക്കെ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ അളവിൽ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ മാവൊന്ന് കുഴച്ച് നമ്മൾ ബോളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ഒരു പോർഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ കൈവിടൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ബബിൾസ് കയറുന്ന ഭാഗമൊക്കെ നമ്മൾ ഇതേപോലെ ഫില്ലായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീശി അടിക്കുന്ന സമയത്ത് ബബിൾസ് കയറിയിട്ട് നമ്മുടെ പൊറോട്ട പൊട്ടിപ്പോവും. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കും. നമ്മളിങ്ങനെ ഓരോ ഇതുപോലെ കട്ട് ചെയ്ത മാവും ഇങ്ങനെ ബോൾസാക്കി ഉരുട്ടി എടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മാവ് എടുക്കുന്നതെങ്കിൽ തീരെ വേസ്റ്റേജ് ഉണ്ടാവില്ല. അതായത് മൈദാ മാവ് തീരെ വേസ്റ്റേജ് ഇല്ലാണ്ട് നമുക്ക് ഇത് ഫുൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പൊറോട്ട ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. 1 കിലോ മാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ 12 പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പേ നൂൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പാലൊന്നും ആഡ് ചെയ്യാണ്ട് സാധാ വെള്ളം ഉപയോഗിച്ചിട്ടും പൊറോട്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ പാലും നെയ്യൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പൊറോട്ട തന്നെയാണ്. പൊറോട്ട ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു റെസിപ്പി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആദ്യമായിട്ട് ചെയ്തിട്ട് റെഡിയായില്ല എന്ന് വെച്ചിട്ട് ഇട്ട് കളയരുത്. നമ്മൾ കുറേ സമയം കുറേ തവണ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് സക്സസ് ആയി തന്നെ കിട്ടും. വേറൊരു പലഹാരം പോലെയല്ല പൊറോട്ടേൻ്റെ ഒരു പിന്നെ നമ്മളത് കുഴച്ചെടുക്കുന്ന രീതി, അതേപോലെ റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കാര്യമായിട്ട് തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ 1-2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, പക്ഷേ ചിലപ്പോൾ ടേസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും, ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലെയർ കിട്ടിയില്ല, ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കുറേ തവണ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഴച്ചെടുക്കുമ്പോൾ ഒരിക്കലും വെള്ളം കൂടിപ്പോവരുത്, അധികം ലൂസായിട്ട് കുഴഞ്ഞു പോകരുത്. കുറച്ചൊരു ഡ്രൈനെസ്സിൽ എപ്പോഴും നമ്മുടെ മാവ് നിൽക്കണം. ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകരുത്. നമ്മൾ നനഞ്ഞ ഒരു ടവൽ എപ്പോഴും മാവിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോൾ ഏകദേശം നമ്മൾ ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോൾസ് കുറച്ച് ചെറുതും വലുതൊക്കെ ആയി പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വീശി അടിക്കുമ്പോൾ നമ്മൾ പൊറോട്ട എത്ര വേണമെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അധികം വലിപ്പം ഉണ്ടെങ്കിൽ 2-3 എണ്ണമൊക്കെ കിട്ടും, അല്ലെങ്കിൽ 2 എണ്ണം ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ബോൾസാക്കിയ ഈ മാവുണ്ടല്ലോ, അതിന് മേലെ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് നനഞ്ഞ ടവലിട്ട് കൊടുക്കാം.
വീണ്ടും നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൊറോട്ടേൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലും ഡാൽഡയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോൾസ് എല്ലാം ഒന്ന് വീശി അടിക്കണം. അതിനായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മളിപ്പോൾ ഉരുക്കിയെടുത്തിട്ടുള്ള ഡാൽഡയും ഓയിലും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോളൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സൈഡിലോട്ടേക്കാണ് പരത്തി കൊടുക്കുന്നത്, നടുവിൽ പരത്തുന്നില്ല. സൈഡിലായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കൈ വെച്ചിട്ട് ഈ മാവിനെ ഒന്ന് പൊക്കിയെടുത്ത് വീശിയടിക്കാം. ഓരോ തവണ വീശിയടിക്കുമ്പോഴും നമ്മളിങ്ങനെ കൈകൊണ്ട് വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിയും. നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മാവ് വീശി അടിക്കുമ്പോൾ കയറി പോകാത്തത്. പിന്നെ റസ്റ്റിംഗ് ടൈമൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയവരൊക്കെ ചെയ്തുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം. സൈഡിലുള്ള ആ ഒരു പാർട്ടൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാർട്ട് ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു റോസാപ്പൂവിൻ്റെ, അതായത് ഒരു പൊറോട്ടൻ്റെ ഷേപ്പ് കിട്ടണമല്ലോ, റോസാപ്പൂ പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു മാവ് നമ്മൾ താഴോട്ടേക്ക് ഉള്ളിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ നിന്ന് ഉള്ളിലേക്ക് മേലോട്ടേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ മറ്റേതും കൂടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഇതേപോലെ താഴേന്ന് ഉള്ളിലോട്ടേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ സൈഡിലായിട്ടാണ്, ഈ ഒരു ഭാഗം വെച്ചിട്ട് സൈഡിലായിട്ടാണ് പരത്തിയെടുക്കുന്നത്, നടുവിലായിട്ട് പരത്തുന്നില്ല. സൈഡിലായിട്ട് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മെല്ലെയാണ് ഈ ഒരു മാവ് പൊക്കിയെടുത്ത് വീശിയടിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പെട്ടെന്നൊക്കെ വലിച്ച് ചെയ്യുവാണെങ്കിൽ എന്തായാലും കയറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ മൃദുവായിട്ട് എടുത്ത് ഇതേപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ വീശി അടിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പൊറോട്ടയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അവർ പെട്ടെന്ന് ചെയ്തോളും. പക്ഷേ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. നമ്മൾ മെല്ലെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് കുറേ അളവിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ വീശി അടിക്കുമ്പോൾ മാക്സിമം വീശി അടിക്കാൻ ശ്രമിക്കുക. കയറിപ്പോവാണ്ട് നല്ല നൈസായിട്ട് വീശിയടിച്ച് കിട്ടിക്കഴിഞ്ഞാലാണ് നല്ല പൊറോട്ടയാവുന്നത്. കീറിപ്പോകുന്നതും ഒരു പ്രശ്നമേ അല്ല, എന്നാലും നമ്മൾ വീശിയടിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഇതേപോലെ വിരിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടിയും വലിപ്പത്തിൽ കിട്ടും. ഇപ്പം ഞാൻ വീശിയടിച്ച ഈ ഒരു മാവ് 3 പോർഷനാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വലിപ്പം കുറവായിരിക്കും പൊറോട്ടയ്ക്ക്. എന്നാലും പൊറോട്ടയ്ക്ക് ആ ടേസ്റ്റിനോ ടെക്സ്ചറിനോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തരും പൊറോട്ട ഉണ്ടാക്കുന്ന ഓരോ സ്റ്റൈലിലാണ്. നമ്മൾ ഓരോ ഈസി മെത്തേഡ് കാണുമ്പോഴും നമുക്ക് അത് ചെയ്യണമെന്ന് തോന്നും. നമുക്ക് പെട്ടെന്നൊരു സ്നാക്സ് അല്ലെങ്കിൽ പെട്ടെന്ന് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ നമ്മൾ എത്ര ഈസി മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ലാസ്റ്റ് ഈ ഒരു മെത്തേഡിലേക്ക് തന്നെ എത്തുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊറോട്ടയിൽ അത്യാവശ്യം എണ്ണയും നെയ്യും ഒക്കെ ആകുമ്പോഴേ അത് പൊറോട്ട ആവുന്നുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റ് ആവുന്നത്. ആദ്യം പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി കോലൊക്കെ വെച്ചിട്ട് പരത്തി നോക്കിയിട്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പൊറോട്ടൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈ വീശിയടിച്ച പൊറോട്ടൻ്റെ അത്ര എന്തായാലും അത് വരില്ല. നമ്മളൊരു കാര്യം ചെയ്ത് സക്സസ് ആവണമെങ്കിൽ അത് കുറേ തവണ ചെയ്ത് നോക്കി പെർഫെക്ഷനിലേക്ക് എത്തുമ്പോഴാണത് സക്സസ് ആവുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് പ്രത്യേകിച്ചും അത് സത്യമുള്ള കാര്യമാണ്. നമ്മൾ കുറേ തവണ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത്. നമ്മൾ ഈ വീശി അടിച്ചിട്ടുള്ള ഈ ഒരു മാവ് നമ്മൾ ഈ റോസ് പോലെ ആക്കി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ പൊറോട്ട നന്നാവും എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസാപ്പൂ ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബബിള് പോലെ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് വരുന്ന പൊറോട്ടയാണ്. പിന്നെ കുഴച്ചെടുത്ത മാവിൻ്റെ ഒരു തിക്നെസ് അത് റെഡിയാണെങ്കിൽ കറക്റ്റായിരിക്കും പൊറോട്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് വീശിയടിക്കാനൊന്നും കിട്ടില്ല. അധികം ടൈറ്റായി പോയി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് പൊറോട്ട കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പൊറോട്ട പ്ലേറ്റിലേക്ക് ഇങ്ങനെ കിട്ടുന്നതെന്ന്. അതായത് നല്ല പൂവ് പോലെയുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇത് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. 1, 2, 3 പൊറോട്ട നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയായി കിട്ടുന്നതെന്ന്. പക്ഷേ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നമ്മൾ വീട്ടിൽ കുറേ തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് അതെങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നതെന്നുള്ളത് മനസ്സിലായത്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാ ഫുഡും നമുക്ക് വീട്ടിലും ട്രൈ ചെയ്യാം. അതിപ്പോൾ അൽഫാമാണെങ്കിലും തന്തൂരി ചിക്കൻ ആണെങ്കിലും ഏത് ഫുഡാണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഏത് ഫുഡാണെങ്കിലും നമുക്ക് വീട്ടിലും ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾക്ക് കുറച്ചുകൂടെ ഹെൽത്തിനും നല്ലത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടാണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡാണ്. വീശിയടിച്ച പൊറോട്ടേൻ്റെ മാവ് ഇതേപോലെ വലിച്ചെടുക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒന്ന് മൃദുവായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ പരത്തിയെടുക്കുമ്പോഴും നന്നായിട്ട് നൈസായിട്ട് പരത്തുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ പൊറോട്ടേൻ്റെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂവിക്കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊറോട്ട ചുട്ടെടുക്കാം. നമ്മൾ വീടുകളിൽ പൊറോട്ട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് പരത്തി ചുട്ടാൽ മതി. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു അടിച്ച പൊറോട്ടേൻ്റെ ആ ഒരു ഫീല് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ മാവ് വീതം എടുത്തിട്ട് നമുക്ക് പരത്തി പൊറോട്ട ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിന് ശേഷം മറച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ ഒരുപാട് സമയം ഇതിങ്ങനെ കുക്ക് ചെയ്യരുത്. നല്ല ചൂടായ പാനിലേക്കാണ് നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഈ സമയത്തും നമ്മൾ എണ്ണ നന്നായിട്ടൊന്ന് തൂവി കൊടുക്കണം. പിന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. അധിക സമയം കുക്കിംഗ് ടൈം വേണ്ട. പിന്നെ വലിയ കല്ലിൽ ദോശക്കല്ലിൽ നമ്മൾ ചുട്ടെടുക്കുന്നതാണെങ്കിൽ കുറേ എണ്ണം ചുട്ടെടുക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് അടിച്ച് കിട്ടാനൊക്കെ അതായിരിക്കും എളുപ്പം. ഞാനിവിടെ ഈ ഒരു പാനിലാണ് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നത്. പിന്നെ പൊറോട്ടക്കല്ല് തന്നെ ഉണ്ട്. പൊറോട്ടക്കല്ലിൽ തന്നെ നമ്മൾ ചുടുന്നതാണെങ്കിലും അടിപൊളിയായിരിക്കും. പക്ഷേ നമ്മുടെ എല്ലാ വീടുകളിലൊന്നും പൊറോട്ടക്കല്ല് അങ്ങനെ ഉണ്ടാവാറില്ല. ഷോപ്പുകളിലാണ് അധികവും കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പൊറോട്ടയ്ക്ക് കോംബോ ആയിട്ട്, അതായത് പൊറോട്ടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെമ്പല്ലി മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 1/2 കിലോ പൊടി വെച്ചിട്ട് നമ്മൾ 12 പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പൊറോട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടാവും. അപ്പോൾ 2 കൈ നമ്മൾ കൗണ്ടർ ടോപ്പിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അടിച്ച ഈ ഒരു പൊറോട്ട നമുക്ക് ഒരു കാസറോളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പൊറോട്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ലെയറായിട്ടുള്ള പൊറോട്ട തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ എല്ലാ പൊറോട്ടയും ഇപ്പോൾ ചുട്ടെടുക്കുന്നില്ല. നമ്മൾ കുറച്ച് വൈകിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊറോട്ടേൻ്റെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് റെസിപ്പി വീഡിയോസും ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.